ഏകദേശം 3 മാസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത യാത്രയാണ് ദാ ഈ തുടങ്ങുന്നത്. ഇവിടുന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരെ മധുര വിടുക, അവിടുന്ന് നേരെ ഊട്ടി, പിന്നെ നേരെ മൈസൂർ. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദാ ഇവിടുന്ന് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോകുന്ന വഴിയിൽ എൻ്റെ മോള് ദാ ഉറങ്ങുകയാണേ. യാത്രയാകുമ്പോൾ നമുക്ക് ക്ഷീണവും എല്ലാം കാണുമല്ലോ. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി കരിക്ക്, ഞുങ്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കുടിക്കാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണേ. പോണം. തണ്ണിയുള്ളത് ഇനിയിപ്പോഴാണ് അങ്ങനെ കരിക്കും കുടിച്ച് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് യാത്ര തിരിച്ച്. ഈ ഭാഗത്താണ് നമ്മുടെ ജില്ല സംഘം ഒരു സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. അത് അല്പം കൂടി ഉള്ളിലോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. ഉള്ളതാണ്. അത് ജസ്റ്റ് വേണേ ആ പാട്ട് കണ്ടാ മതി. ജില്ലാ സിനിമയിലും ഉണ്ട് ഈ സ്ഥലത്ത്. ചായ കുടിക്കാൻ പോണല്ലേ? ചായ കുടിക്കാം. ചായ അണ്ണാച്ചി ഇത് മസാല പോണ്ടാണല്ലേ? കൊള്ളാം കേട്ടോ. ഒരു മണിക്കൂറും എത്ര 45 മിനിറ്റ് എന്ന് ഫോണിൽ കാണിക്കുകയാണ്. ഫസ്റ്റ് മധുര, നാളെ ഊട്ടി. ഫസ്റ്റ് മധുര പോയി സ്റ്റേ അടിക്കണം, ഇഡലിയും സാമ്പാറും കഴിക്കണം. തീറ്റി മുഖ്യം. തീറ്റയായിട്ടുള്ള 2 പേരുണ്ട്. നിങ്ങളാരില്ല അങ്ങേര്. ഞാൻ കഴിക്കും, എനിക്ക് വേറെ വിശക്കും. ഞാൻ വിശന്നാ കഴിക്കും. അയ്യോ ഒട്ടും ഇല്ലാത്ത ആള്. ശരി, ഇനി നിങ്ങൾ പറയും. എനിക്കെന്താ പറയാനില്ല. ഈ കാണുന്നില്ലേ, ഇത് വന്നിട്ട് സിമന്റ് ഫാക്ടറിയാണ്. ഏതാണ് എന്നുള്ളത് എനിക്കൊരു പിടിയില്ല. രാംകോയാകാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ ഒരു ഫാക്ടറി ഞങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഏരിയയിലാണ് ഈ ഒരു ഫാക്ടറി അവർ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവം അടിപൊളിയാണല്ലേ കാണാനായിട്ട്. അങ്ങനെ ദീർഘയാത്രയ്ക്ക് ശേഷം മധുര എത്തിയിട്ടുണ്ട്. ഇനി റൂം എടുക്കാനുള്ള ഓട്ടത്തിലാണ്. അതെടുത്തിട്ട് ഇനി കാണാം. നമ്മൾ വന്നെത്തിയ സമയം കണ്ടില്ലേ, ഇവിടെ എന്തോ ഒരു ഉത്സവം നടക്കുന്ന ടൈം ആയിരുന്നേ. അപ്പൊ വന്നെത്തിയ സമയം എങ്ങനെയാണ് ഏതാണെന്നുള്ളത് ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, എല്ലാം ഊഹിച്ചെടുത്തോളൂ. നേരെ നിങ്ങളുടെ റൂമില് പോട്ടെ. അടിപൊളി ആ പാട്ട്. അത് ഇനി റൂമിനകത്ത് കിടന്ന് തിരിഞ്ഞാൽ ഫുഡ് പോയിട്ട് ഒരു പച്ചവെള്ളം പോലും കിട്ടൂല. അതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഞങ്ങൾ റൂമിലോട്ട് വിടുകയാണ്. നമ്മുടെ റൂമിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും ചോളവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് അത് വേണോന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അതും വാങ്ങി. ഞങ്ങളും കുറച്ച് അതിൽ നിന്ന് കടിച്ച് പിന്നെ അവർക്കും കൂടെ കൊടുത്ത് കഴിക്കുകയാണ്.
കഴിച്ചില്ല മക്കളെ, എടുത്ത് ഇന്നത്തെ കലാപരിപാടികളെല്ലാം ഇത്രയും തന്നെയുള്ളേ. ഇനി അടുത്തതെല്ലാം ബാക്കി വീഡിയോസിൽ വരുന്നതാണ്. അപ്പോൾ അടുത്ത് വീണ്ടും കാണാം. ബൈ ബൈ.